ഓപ്പണിംഗ് പ്രയറിനായിട്ട് ഷീബാൻഡിയെ ക്ഷണിച്ചോളൂ. പരിശുദ്ധമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥലം എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ സന്നിധിയിൽ സ്ഥലകാല സമയഭേദമെന്നെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് അവകാശവും അധികാരവും തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇത്ര പദവിയുള്ള വേറെ ഏതൊരു ജാതിയുള്ളത്? ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധയിടങ്ങളിൽ നിന്ന് കൂട്ടി വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏക മനസ്സോടുകൂടി പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാം എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസനായിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ആ വണ്ണം അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല, അതിനവിടുന്ന് മനുഷ്യനല്ലല്ലോ. തന്റെ സ്വഭാവം തിരിക്കാൻ അവിടുത്തെ കഴിയില്ലല്ലോ. അവിടുന്ന് വലിയ ദൈവമായിരിക്കാൻ, വാക്ക് മാറാത്ത ദൈവമായിരിക്കാൻ ഞങ്ങളത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തില് പ്രാർത്ഥനയ്ക്ക് തടസ്സമായുള്ള എല്ലാ കുറവുകളെയും പുത്രന്റെ നാമത്തിൽ കണക്കിട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ഈ മിനിസ്ട്രി ഇത്രത്തോളം കർത്താവ് നിലനിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. തുടക്കം മുതലേ ഞങ്ങൾക്ക് കർത്താവെ, ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ആഹ്വാനം തന്നു, വിഷൻ തന്നു. കർത്താവെ, ഈ സമയം വരെയും ഞങ്ങൾ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവെ, ശക്തിയായിട്ട് ഈ കാലങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ കൂട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് വിഷം തന്നിരിക്കുന്നതിനായി സ്തോത്രം. അതിനായിട്ട് ഭാരമുള്ള സഹോദരിമാരെ അവിടുന്ന് കടത്തി വരുത്തിയിരിക്കുന്നല്ലോ, അതിനായി സ്തോത്രം. ഈ മീറ്റിങ്ങിനെ ആദ്യോടൊന്നും അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുന്ന് തന്നെയാണ് ഈ മീറ്റിങ്ങിന്റെ നടത്തിപ്പുകാരനും പ്രധാനിയും. എന്നാലും കർത്താവെ, എല്ലാ കാര്യങ്ങളും ചന്തോചിതവുമായിട്ട് പോകുവാൻ തക്കവണ്ണം പ്രിയ MC ആയിരിക്കുന്ന പ്രിയമോളെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ നിയന്ത്രണത്തിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, പാടുവാനായിട്ട് പ്രിയ പൈതലിനെ അവിടുന്ന് തെരഞ്ഞെടുത്തല്ലോ. കർത്താവാണ് അവളെ തെരഞ്ഞെടുത്തത്, അതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു. ആ കുഞ്ഞിനെ ആ വണ്ണം പ്രാക്ടീസ് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം പ്രിയ മാതാപിതാക്കൾക്കും അവിടുന്ന് കൃപ നൽകിയല്ലോ. ഇന്ന് മോളും മമ്മിയും ഒരുമിച്ച് പാടാനായിട്ട് കടന്നു വരുമ്പോൾ അവിടുത്തെ നാമം അവരുടെ ശബ്ദത്തിലൂടെ മഹിമപ്പെടണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനി മാത്രം അതിലൂടെ മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് വചനം വിഭാഗിക്കാനായിട്ട് അവിടുന്ന് അയച്ചിരിക്കുന്ന പ്രിയദാസിക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ മകളെ അറിയേണ്ടതുപോലെ അറിയിക്കുകയും കർത്താവെ നടത്തേണ്ടതുപോലെ നടത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രിയദാസിയുടെ ടെസ്റ്റിമണിയൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായിട്ടുണ്ട്. കർത്താവെ, ഇന്ന് വചനവുമായിട്ട് അവിടുത്തെ മക്കളുടെ മുമ്പാകെ ആയിരിക്കുമ്പോൾ അവിടുന്ന് എന്താണോ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം പറയുവാൻ ഇടയാകണം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ, പ്രയോജനമില്ലാത്ത ഒന്നും പറയാതെ അവിടുന്ന് നാവോട് കൂടിയിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പറയുന്ന ആൾക്കും കേൾക്കുന്ന ഞങ്ങൾക്ക് ഒരുപോലെ അനുഭവപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ഷൈനിക്കായി അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ ദാസിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, മിനിസ്ട്രി അനുഗ്രഹിക്കണമേ, കൂടെ ഇരിക്കണമേ. ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബ്രേക്ക് ഔട്ടും ചെയ്യുന്ന എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം. തന്നെയുമല്ല കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ ഡാർലിയെ അനുഗ്രഹിക്കണമേ. പ്രിയദാസിയുടെ എഫോർട്ടിനെ ഇവിടുന്ന് മാനിക്കണമേ, കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി സ്തോത്രം. ടെക്നിക്കലായിട്ടുള്ള യാതൊരു ഇഷ്യൂസും വരാതെ, നെറ്റിന്റെ യാതൊരു പ്രോഗ്രാം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വരാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും ദൈവം സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി. ദൈവനെയും ധാരാളമായിട്ട് ആന്റി അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളിൽ എടുത്തുപയോഗിക്കട്ടെ. അടുത്തതായിട്ട് നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്ന പോലെ യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും. നാം കൂടി വരുമ്പോഴൊക്കെയും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നു. ഇപ്പോൾ നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. അതിനായിട്ട് സിസ്റ്റർ ജിൻസി ജേക്കബ് ആൻഡ് ജെനിറ്റ മോളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. ക്ഷണിക്കുന്നു. Praise the Lord. I thank the Lord for this opportunity God has given. I thank you, Gigi Aunty and Shiva Aunty, for encouraging me through this platform. This is my first experience. Today I am having cold and my sound is not good. Excuse me for any mistakes. Keep me in your prayers for the grace needed to sing for the Lord more in the coming days. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ.
നമ്മുടെ പാട്ടുപുസ്തകത്തിലെ നിന്റെ ഹിതം പോലെ തന്നെ ഒരു പാട്ടോടെ പാടും. പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇമ്പമുള്ള ജീവിതവും ഏറെ ദാനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നീരുനീര പാംവഴിയോ നീണ്ട നടയോ കുരുതോ പാരം കരഞ്ഞോടുന്നതോ പാരീതിലും ഭാഗ്യങ്ങളോ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നു എല്ലാം എനിക്കാശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണം എന്നറിവാനില്ല ജ്ഞാനം എന്നിൽ നാഥാ. നിമിത്തം നീതിമാർഗ്ഗത്തിലും പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. വളരെ നന്നായിട്ട് പാടി. നാം ആദ്യം കേട്ട പാട്ട് നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ പാലകനാണ്. നമ്മുടെ ആകുല നേരത്ത്, നമ്മുടെ ഏത് നീറുന്ന വേളയിലെല്ലാം നമ്മുടെ സഹായകനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് നമ്മള് ഒരു പ്രാർത്ഥനാ ഗീതം പാടി കേൾക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. പാട്ടുപാടിയ സഹോദരി ജിൻസിയോടും പ്രിയ ജെനിറ്റ മോളോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. തുടർന്നും ധാരാളമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. അനേക ശുശ്രൂഷകൾ പാടുവാൻ ദൈവം പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പോവുകയാണല്ലോ. അതിനായിട്ട് സിസ്റ്റർ ജിജി ജോയ് ജോൺ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്ത 20 മിനിറ്റ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കാം. അതെ, ദൈവവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ വചനമാണ്. നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് ആ വചനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ വചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധയോടെ ആ വചനം കേൾവിക്കായിട്ട് നമ്മുടെ കാതുകളെ ഒരുക്കാം. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് സിസ്റ്റർ ജിജി ജോയ് ജോൺ ആന്റിയെ കർത്തൃനാമത്തിൽ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം എന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. ആക്ച്വലി ഒരു 1.5 മാസം മുമ്പ് ഇവിടെ കുവൈറ്റില് കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ എന്ന ഉള്ള ഒരു സംഘടനയുടെ ഒരു ബൈബിൾ ക്വിസ് ഉണ്ടായിരുന്നു. എല്ലാ ചർച്ചിൽ നിന്നും ഓരോ ആൾക്കാർക്ക് വീതമേ അതിനകത്ത് പങ്കെടുക്കാനൊക്കത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ചർച്ചിലെ എൽഡേഴ്സ് എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, ബൈബിൾ ക്വിസിന് ഞങ്ങളുടെ അസംബ്ലിയിൽ നിന്ന് പങ്കെടുക്കാൻ. അപ്പൊ എനിക്ക് അല്പമല്ലാത്ത ആശങ്ക ആ സമയത്തുണ്ടായി. എങ്കിലും ഞാൻ പ്രാർത്ഥനയോടെ അതിന് സമ്മതിച്ചു. കാരണം കഴിഞ്ഞ 2-3 മാസങ്ങളായി മനസ്സിനെ വല്ലാതെ അലട്ടുന്ന പല ചിന്താഭാരങ്ങൾ, ആകുല ചിന്തകൾ വരാൻ സാധ്യതയുള്ള ഒരു കാലയളവായിരുന്നു. അതുകൊണ്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചും സംസാരിച്ചും സമയം കളയാതെ അതിനു പകരം ബൈബിൾ വായിക്കാം, ആയിട്ട് ബൈബിൾ വായിക്കാം. ആന്റി സ്ക്രീൻ കാണുന്നില്ലല്ലോ, ഡിസ്പ്ലേ ഒന്നുമില്ല. ജിജി ആന്റി? അതെ, കാണുന്നില്ലേ? ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ കാണാം. ഓക്കെ. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞത് കേൾക്കാമായിരുന്നോ? കേൾക്കാമായിരുന്നു. പറഞ്ഞതെല്ലാം കേട്ടു. ഓക്കെ. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഡൈവേർഷണൽ തെറാപ്പി ആയിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ നാളുകളിലെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ദൈവം വളരെ ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ജോഷുവ, ദാനിയേൽ, എഫേസ്യർ ഈ 3 പുസ്തകത്തിൽ നിന്നായിരുന്നു ബൈബിൾ ക്വിസ് ഉണ്ടായിരുന്നത്. ഞാൻ അത് വായിച്ചപ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയ ഷീബ സഹോദരി എന്നെ വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നെ ചലഞ്ച് ചെയ്ത ചില കാര്യങ്ങൾ, ഞാൻ അന്വർത്ഥമാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് യോശുവയുടെയും ദാനിയേലിന്റെയും എഫേസ്യറിന്റെയും പുസ്തകങ്ങളായിരിക്കും. ആദ്യമായി ആരോട് പ്രാർത്ഥിക്കണം? നമ്മൾ ഈ ജോഷുവയും ദാനിയേലും പൗലോസും ഒക്കെ പ്രാർത്ഥിക്കാൻ നേരത്ത് എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം, അങ്ങനെയാണ് ദൈവത്തെ സംബോധന ചെയ്തതായിട്ട് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഞാനും ദൈവവുമായിട്ട് അല്ലെങ്കിൽ നാമും ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവണം. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഈ കൂടിവരവിലുള്ള ആരെങ്കിലും യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമില്ല എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി നമ്മെ ചേർക്കാൻ വീണ്ടും വരും എന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ പൈതലായി തീരുമ്പോഴാണ് നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ആ മക്കൾ എന്നുള്ള അവകാശം കിട്ടുന്നത്. അതുകൊണ്ട് ആ മക്കൾ എന്നുള്ള അവകാശത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിന്നീട് പ്രത്യേകിച്ച് ദാനിയേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയ പുരുഷനായ ദാനിയേൽ
അപ്പം നമ്മൾ പ്രിയ മക്കളാകുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ പ്രിയ മക്കൾ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിന് മറുപടി, ആ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ ദൈവത്തിന്റെ പ്രിയ മക്കളായി കർത്താവിൽ പ്രിയം വെച്ച് കർത്താവിന് പ്രിയമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന പ്രിയ മക്കളായി നമ്മൾ തീർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് നിശ്ചയമായും ദൈവത്തിന് മറുപടി തരാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ നിലയിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഇനി ഈ ദൈവഭക്തന്മാരായ ആളുകൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് നോക്കാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്യാൻ എനിവേ, അപ്പം അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത് ആരോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കണ്ടു. ഇനി അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാം. ദാനിയേലിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പം ദാനിയേല് സ്വന്തം പാപവും താൻ ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ പാപവും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ട് നാം ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ഈവൻ നമുക്കറിയാം, കർത്താവിന്റെ ഏറ്റവും അരുമ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പ്രത്യേകം പറയുന്നു, വചനം എന്ന മായമില്ലാത്ത പാല്. അപ്പം ദൈവവചനത്തോടും പ്രാർത്ഥനയോടും ഒട്ടും പൊരുത്തപ്പെട്ടു പോകാത്ത, ഒട്ടും ചേർന്ന് പോകാത്ത ഒരു കാര്യമാണ് പാപം എന്ന് പറയുന്നത്. നമുക്കറിയാം, പാലും അഴുക്കുമായിട്ട് ഒട്ടും ചേരത്തില്ല, അല്ലെ, പിരിഞ്ഞു പോകും. അപ്പൊ അത് ഗുണം ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പാപം വെച്ച് പുലർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേൾക്കയില്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് ഒരു പക്ഷേ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് വായിച്ചപ്പം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാനിടയായ ഒരു കാര്യമാണ് പാപം ഏറ്റുപറഞ്ഞ്, നമ്മളുടെ പാപവും നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പാപവും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. അത് മാത്രമല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവെ ഞങ്ങളെ സഹായിക്കണേ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തിരിച്ചറിവ് തരണേ എന്നുള്ള ആ മാനസികാവസ്ഥയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ദാനിയേലിനെയും യോശുവയെയും ഒക്കെയാണ് നമുക്ക് ദൈവദിനത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് കർത്താവിനോട് കുറ്റമേറ്റു പറഞ്ഞ് നമ്മളുടെ ആ നിസ്സഹായ അവസ്ഥ ദൈവസന്നിധിയിൽ സമ്മതിച്ച് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിന് നിശ്ചയമായിട്ടും നമ്മൾക്ക് പ്രതിഫലം തരും. പിന്നെ പൗലോസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീക വിഷയങ്ങളാണ് അവിടെ പുതിയ നിയമത്തിൽ കൂടുതലും പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും ആത്മീക വിഷയങ്ങൾ, അത് മാത്രമല്ല ആത്മാവിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാല് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഏത് വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിന്റെ ആവശ്യബോധത്തോടെ, അതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾക്കിടയാവണം. അത് മാത്രമല്ല, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ എന്ന്, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ എന്നർത്ഥം. നമ്മൾ പലപ്പോഴും മറുപടി വൈകുമ്പം നമ്മൾ ക്ഷീണിച്ചു പോകാൻ, മടുത്തു പോകാൻ, സ്ഥിരതയില്ലാതെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, ഈ ദേവദാസന്മാരൊക്കെ ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തി അവരുടെ തോൽവിയും പരാജയവും ഒക്കെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അഭയയാചന അല്ലെങ്കിൽ പ്രാർത്ഥന കഴിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കാനായിട്ട് ഇടയായി, നമ്മൾ ആത്മീക വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് എത്ര നാളായി ശരിക്കും. അപ്പം ആ നിലയിൽ എൻ്റെ ആത്മീക ജീവിതത്തിന് വേണ്ടി, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നതിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയാനായിട്ട് ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. നമ്മൾക്ക് ഈ ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പം അവര് എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു എന്നും എപ്രകാരം പ്രാർത്ഥിച്ചു എന്നും ഒക്കെ ഉള്ള വിഷയങ്ങൾക്ക് നമ്മൾക്ക് അതിന് മറുപടി കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാം എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇതിനൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലനേഷൻ കാണുന്നുണ്ട്. പക്ഷെ എല്ലാം ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. എന്നാൽ എഫേസ്യ ലേഖനം
3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലുമായിട്ട് ചില ആത്മീക വിഷയങ്ങളെ കുറിച്ച് പൗലോസ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാം. ദൈവം നമുക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും ദൈവത്തിന്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും അറിയേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലെല്ലാം ഉപരി എന്നെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യം എഫേസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്ന, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർ 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഞാൻ പലപ്പോഴും ഈ വാക്യം എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരാളായിരുന്നു. എന്നാൽ ഇത് വായിച്ചപ്പോൾ ദൈവം എന്നോട് വളരെ ഹൃദ്യമായി സംസാരിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ശരിക്കും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും. അത് മാത്രമല്ല, നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ക്രിസ്തു നമ്മളുടെയും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെയും ഹൃദയങ്ങളിൽ വസിക്കും. അത് മാത്രമല്ല, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്താ എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയും. അത് മാത്രമല്ല, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനായിട്ട് നമുക്ക് പ്രാപ്തി ലഭിക്കും. അത് മാത്രമല്ല, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമുക്ക് നിറഞ്ഞു വരാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഇങ്ങനെയുള്ള ആത്മീക വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് ക്രമീകരിക്കാനായിട്ട് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ വിഷയത്തിൽ സഹായിക്കട്ടെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ ഈ നമുക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ അളവറ്റ ശക്തി നമുക്ക് മനസ്സിലാകുമ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പം പിന്നെ നമുക്കിനി ഇപ്പം ജീവിക്കുമ്പം നമ്മൾ ജീവിക്കുന്ന പോലെ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് അനുദിനം ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു മാനസാന്തരപ്പെടുന്ന ഒരു ജീവിതം, അനുദിനം ഹൃദയം പുതുക്കിയുള്ള ഒരു ജീവിതം, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാവും, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്, നമ്മുടെ ജീവിത രീതിക്ക് മാറ്റം ഉണ്ടാവും, നമ്മുടെ പ്രാർത്ഥനാ ക്രമത്തിന് മാറ്റം ഉണ്ടാവും. നമ്മൾ യേശു ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായിട്ട്, നമ്മളെ കാണുന്നവർ നമ്മുടെ കർത്താവിനെ കാണാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ കൂടെ, സഹോദരിമാരായ നമ്മളുടെ ജീവിതത്തിൽ കൂടെ ദൈവനാമം അൾട്ടിമേറ്റ്ലി മഹത്വപ്പെടാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കും. നമ്മളുടെ ഓരോരുത്തരെയും ആത്മീയ ജീവിതം ആ രീതിയിലായിരിക്കാൻ, എന്നെ ചലഞ്ച് ചെയ്ത വിഷയമായതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്, ആ രീതിയിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്ക് തന്നെ ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ ഭവനത്തിൽ ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാവും. അനേകരുടെ ആത്മീയ വർധനത്തിനും മാനസാന്തരത്തിനും ഒക്കെ ആയിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവത്തിന്റെ വിലയേറിയ നാമം, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു സമയം തന്നതിനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഞാനൊരു വലിയ പ്രാർത്ഥനാ പോരാളിയൊന്നും ആയിട്ടല്ല, പക്ഷെ നമ്മൾക്ക് ഇത്
നമ്മളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് സഹായിക്കട്ടെ. എന്നേക്കാൾ വളരെയേറെ പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരിമാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഒരുങ്ങുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ആന്റി.